ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു നെക്ക് ഡിസൈനാണ്. കോട്ടൻ്റെ ചുരിദാർ സ്യൂട്ട് വെച്ചിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ. അപ്പം നമുക്ക് ഒന്ന് കണ്ടാക്കാം. ആദ്യമായിട്ട് നമ്മൾ ടോപ്പിൻ്റെ ഇതാണ് കട്ട് ചെയ്യുന്നത്. ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് എടുക്കുകയാണ്. 44 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം പ്രിന്റ് നമ്മൾ മാംഗോ പ്രിന്റ് ആണ്. അപ്പോൾ പ്രിന്റ് രണ്ട് സൈഡും ഒരുപോലെ നിൽക്കണം. ബാക്കും ഫ്രണ്ടും സെയിം ആയിട്ട് വേണം നിൽക്കാനായിട്ട്. അപ്പം അത് നോക്കിയിട്ട് എല്ലാവരും കട്ട് ചെയ്യാം. അപ്പം അത് രണ്ട് പാർട്ടാക്കി ഇട്ടിട്ടാണ് ഞാൻ അതാണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 8 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ആം ഹോൾ മാർക്ക് ചെയ്യാം 8.5 ഇഞ്ച്. ചെസ്റ്റ് റൗണ്ട് ആയിട്ട് നമ്മൾ 10 ഇഞ്ചാണ് എക്സ്ട്രാ സിം അലവൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് 12 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം എയർലൈൻ കുർത്തിയൊക്കെ ചെയ്യുന്ന പോലെ ഡയറക്റ്റ് താഴേക്ക് എത്ര വിഡ്ത്ത് കിട്ടുന്നോ അതിനനുസരിച്ച് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലായിട്ട് യോക്കിൽ ആ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം താഴോട്ട് ഒരു 12 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്കൊരു ഗ്ലാസ് ഷേപ്പ് പോലെ കിട്ടും. അപ്പോൾ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ആ ഗ്ലാസ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിൻ്റെ സെയിം അളവിൽ അതിൽ ഒരു 1/2 ഇഞ്ച് സിം അലവൻസും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഗ്ലാസ് ഷേപ്പിൽ കട്ട് ചെയ്തതിൻ്റെ അതേ സെയിം അളവിലൊരു പീസ് എടുത്ത് അതിൽ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഗ്ലാസ് ഷേപ്പിൽ കട്ട് ചെയ്തതിൽ വെച്ചിട്ട് ഇനി ആ നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഞാൻ എന്തെങ്കിലും കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ മോൻ വരും കേട്ടോ.
എന്നിട്ട് പിന്നെ അവൻ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കലാണ് പണി. അപ്പം നമ്മളിത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് അവിടെ വെച്ചിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ള ആ പീസ് വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പീസ് വെച്ചിട്ട് ഫുള്ളായിട്ട് 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്കിൽ ഞാനൊരു ലേസ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ഭംഗി തോന്നാത്തതുകൊണ്ട് അത് ഞാൻ എടുത്ത് മാറ്റിയതാണ്. അത്രേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യോക്ക് ഡിസൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പെരുന്നാളായിട്ട് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും ടൈമില്ല. ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.